ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണിയാണ്. കഥാസാഗരത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കഥാസാഗരം നിങ്ങൾക്കറിയാം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ കേൾക്കാം. നാടോടി കഥകളും മുത്തച്ഛി കഥകളും ഇതിഹാസ കഥകളും പുരാണ കഥകളും ഐതിഹ്യങ്ങളും എല്ലാം ഇതിലൂടെ കടന്നു വരുന്നു. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന കഥകൾ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥയെന്ന് പറയുന്നത് കർണാടകയിൽ നിന്നുള്ളൊരു കഥയാണ്. അവിടുത്തെ ഒരു ഐതിഹ്യ കഥയാണ് പറയാൻ പോകുന്നത്. കർണാടക കഥകൾ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ നിന്ന് എടുത്ത ഒരു കഥ. അപ്പോൾ നമുക്ക് ആ കഥയിലോട്ടങ്ങ് നേരെ കടന്നാലോ? സമയം വൈകിക്കേണ്ട. വിജയദശമി ദിനത്തോടനുബന്ധിച്ചുള്ള നവരാത്രി പൂജയിൽ ബൊമ്മകളെ അലങ്കരിച്ച് അണിനിരത്തുന്ന ആചാരം കർണാടകയിൽ മാത്രമല്ല, തെക്കേ ഇന്ത്യയിൽ പലയിടത്തും പ്രചാരത്തിലുണ്ട്. ഇതിൻ്റെ പിറകിൽ രസകരമായ ഐതിഹ്യമുണ്ട്. കൗരവരോട് ചൂതുകളിയിൽ തോറ്റ പാണ്ഡവർ വിരാട രാജ്യത്തിൽ ഒളിച്ചു താമസിക്കുന്ന കാലം. വിരാട രാജാവിൻ്റെ കൊട്ടാരത്തിൽ ബൃഹന്നള എന്ന പേരിൽ തേരാളിയായാണ് അർജുനൻ കഴിഞ്ഞിരുന്നത്. പാണ്ഡവർ വിരാട രാജ്യത്തുണ്ടെന്ന് കൗരവർ അറിഞ്ഞു. അവരുടെ ഒളിവിലെ താമസം കണ്ടുപിടിക്കാനായി കൗരവർ വിരാട രാജാവിൻ്റെ പശുക്കളെ കവർന്നു കൊണ്ടുപോയി. വിരാട രാജാവ് യുദ്ധത്തിന് തയ്യാറെടുക്കുമെന്നും അപ്പോൾ അർജുനന് യുദ്ധം ചെയ്യാതിരിക്കാനാവില്ലെന്നും അങ്ങനെ അവരുടെ അജ്ഞാതവാസം അവസാനിപ്പിക്കാമെന്നുമായിരുന്നു കൗരവരുടെ കണക്കുകൂട്ടൽ. അത് തെറ്റിയില്ല. വിരാട രാജാവ് കൗരവരുമായി യുദ്ധത്തിന് തയ്യാറെടുത്തു. വിരാട രാജാവിൻ്റെ മകൻ ഉത്തരൻ മഹാഭീരുവായിരുന്നു. എന്നാൽ പൊങ്ങച്ചം പറയുന്ന കാര്യത്തിൽ അല്പം പോലും പിറകിലായിരുന്നില്ല. സമർത്ഥനായ ഒരു തേരാളി ഉണ്ടെങ്കിൽ ഞാൻ ഒരാൾ മാത്രം മതി കൗരവരെ തോൽപ്പിക്കാൻ. ഉത്തരൻ രാജസദസ്സിൽ വീമ്പിളക്കി. അത് വില്ലാളി വീരനായ അർജുനന് തീരെ ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം ഉത്തരൻ്റെ തേരാളിയാകാൻ മുന്നോട്ട് വന്നു. യുദ്ധത്തിന് പുറപ്പെടാൻ തയ്യാറെടുക്കുന്ന അർജുനനോട് ഉത്തരൻ്റെ സഹോദരി ഉത്തര ചോദിച്ചു, അങ്ങ് കൗരവരുമായി യുദ്ധത്തിന് പോകുകയാണല്ലോ, തിരികെ വരുമ്പോൾ ഞങ്ങൾക്ക് എന്തു കൊണ്ടുവരും? ചോദിച്ചോളൂ, യുദ്ധഭൂമിയിൽ കിട്ടുന്നത് എന്തും കൊണ്ടുവരാം. അർജുനൻ പറഞ്ഞു, എനിക്ക് കൗരവ യോദ്ധാക്കളായ ദുര്യോധനൻ, കൃപാചാര്യർ, ഭീഷ്മർ, കർണൻ, ദ്രോണാചാര്യർ തുടങ്ങിയവരുടെ വസ്ത്രങ്ങൾ കൊണ്ടുവന്ന് തരുമോ? എൻ്റെ പാവകളെ അതുകൊണ്ട് വേണം അലങ്കരിക്കാൻ, ഉത്തര പറഞ്ഞു. അർജുനൻ സമ്മതിച്ചു. കൗരവരെ കണ്ടപ്പോൾ തന്നെ ഉത്തരൻ ഭയന്നു വിറച്ചു. യുദ്ധം ചെയ്യാൻ വയ്യാതെയായി. വില്ല് തേർത്തട്ടിലിട്ട് തളർന്നിരുന്നു. ഒടുവിൽ അർജുനന് യുദ്ധം ചെയ്യേണ്ടി വന്നു. അദ്ദേഹത്തിന് കൗരവരെ നിഷ്പ്രയാസം തോൽപ്പിക്കാൻ കഴിഞ്ഞു. വിരാട രാജാവിൻ്റെ പശുക്കളെ തിരിച്ചു പിടിച്ചു. അവയുമായി മടങ്ങാൻ തുടങ്ങിയപ്പോഴാണ് ഉത്തരയുടെ ആവശ്യം അർജുനൻ ഓർത്തത്. ജീവിച്ചിരിക്കുന്ന പോരാളികളുടെ വസ്ത്രം എങ്ങനെ ഉത്തരയ്ക്ക് കൊണ്ടുകൊടുക്കും? അർജുനൻ ഒരു നിമിഷം ആലോചിച്ചു. പിന്നെ അദ്ദേഹം ഒരു അസ്ത്രമെടുത്ത് വില്ലിൽ തൊടുത്തു. ഒരു മന്ത്രം ജപിച്ച് കൗരവർക്ക് നേരെ അയച്ചു. കൗരവർ മുഴുവനും ആ അസ്ത്രത്തിൻ്റെ ശക്തിയിൽ മോഹന നിദ്രയിലായി. ഉടനെ അർജുനൻ അടുത്തു ചെന്ന് കൗരവ യോദ്ധാക്കളുടെ വസ്ത്രങ്ങൾ മുഴുവനും അഴിച്ചെടുത്തു. അത് കൊണ്ടുപോയി ഉത്തരയ്ക്ക് സമ്മാനിച്ചു. ഉത്തരയ്ക്ക് വലിയ സന്തോഷമായി. അവൾ എല്ലാ പാവകളെയും കൗരവരുടെ വസ്ത്രങ്ങൾ ധരിപ്പിച്ച് വരിയായി നിർത്തി യുദ്ധവിജയം ആഘോഷിച്ചു. ആ ബൊമ്മകളുടെ കൂട്ടത്തിൽ ദേവീ ദേവന്മാരുടെ പാവകളും ഉണ്ടായിരുന്നു. ഈ വിജയാഘോഷത്തിൻ്റെ ഓർമ്മയ്ക്കായി ഇന്നും ഭാരതത്തിൽ പലയിടത്തും ഈ ആചാരം നടന്നു വരുന്നുണ്ട്. ഈ അവസരത്തിൽ കലാകാരന്മാർ അവരുടെ കഴിവ് പ്രകടിപ്പിച്ചുകൊണ്ട് സരസ്വതി ദേവിയെ ആരാധിക്കുന്നതും പതിവാണ്. ഇത്രയുമാണ് കഥ. ഇത് മഹാഭാരതത്തിൽ നിന്നുള്ള കഥയാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. മഹാഭാരത കഥ ഒട്ടേറെ പരിവർത്തനത്തിനൊക്കെ വിധേയമായിട്ടുണ്ട്. ഓരോ പ്രദേശമനുസരിച്ച് അതിന് ചില മാറ്റങ്ങളും കൂട്ടിച്ചേർക്കലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അത് മഹാഭാരതം മാത്രമല്ല, രാമായണം തന്നെ ഒട്ടേറെ രാമായണം ഉണ്ടെന്നാണ് പറയുന്നത്. അതൊക്കെ തന്നെ മഹാഭാരതം. ഒട്ടേറെ ആഖ്യാനങ്ങൾ ഓരോരുത്തരുടെ ഓരോ ദേശത്തെ ചില കൂട്ടിച്ചേരലുകളും ചില കഥയിൽ ചില മാറ്റങ്ങളും ഒക്കെ സംഭവിച്ചു. എന്തായാലും കുടിലതന്ത്രം കൗരവരുടെ കുടിലതന്ത്രമാണ്. കൗശലം, കുബുദ്ധി,
വനവാസം പൊളിക്കാൻ നോക്കിയാണ്. കുബുദ്ധിയൊക്കെ എത്ര പ്രയോഗിച്ചാലും അവസാനം വിജയം നീതിയുടെ ഭാഗത്തായിരിക്കും. യഥാർത്ഥത്തിൽ വിജയം ഒന്നില്ല. യുദ്ധത്തിലുള്ള വിജയം അത്തരത്തിൽ തന്നെയാണ് നമ്മൾ കാണേണ്ടത്. മഹാഭാരത യുദ്ധവും അത് തന്നെയാണ്. ധർമ്മയുദ്ധം എന്നൊക്കെ പറയുമെങ്കിലും, ധർമ്മത്തിൻ്റെ വിജയം എന്നൊക്കെ പറയുമെങ്കിലും, ധർമ്മത്തിൽ വിജയിച്ചവർക്ക് തന്നെ അവസാനം ബോധ്യമാവുന്നുണ്ട് എന്തിനു വേണ്ടി ഈ വിജയം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്, എന്ത് നേടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ കഥയിൽ പറയുന്നത് എങ്ങനെ ഒരു ആചാരമുണ്ടായി എന്നാണ്. നവരാത്രി പൂജയിൽ ബൊമ്മകളെ അലങ്കരിച്ച് അണിനിരത്തുന്ന ഒരു ആചാരം കർണാടകയിൽ മാത്രമല്ല തെക്കേ ഇന്ത്യയിൽ പലയിടത്തുമൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ചാണ് ഈ കഥ. അതെങ്ങനെ ഉണ്ടായി? എല്ലാ ഉത്സവങ്ങൾക്കും പിന്നിലൊരു കഥയുണ്ടല്ലോ. അതാണ് നാം ഇവിടെ വിവരിച്ച് കണ്ടത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ആദ്യമേ തുടക്കത്തിൽ സൂചിപ്പിച്ചത്, ഒരു പ്രദേശത്തിനും അല്ലേ, മഹാഭാരതവും രാമായണവും വ്യത്യസ്തമായ പല പ്രദേശത്തും കാണപ്പെടുന്നുണ്ട്. അതിൻ്റെ ആഖ്യാനം, അതിൻ്റെ രീതി, അതിൻ്റെ കൂട്ടിച്ചേർക്കലുകൾ ഓരോ ദേശത്തും വ്യത്യസ്തമായിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ലേഖനത്തിൽ ഞാൻ വായിച്ചതാണ്. അതായത് രാമായണത്തിൽ, ആദ്യ കാലത്തെ രാമായണത്തിൽ ലക്ഷ്മണരേഖയെക്കുറിച്ച് പരാമർശിച്ചിട്ടില്ല. അത് കണക്ക് തന്നെ മഹാഭാരതത്തിൻ്റെ ആദ്യകാലങ്ങളിൽ ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടില്ല. അതൊക്കെ പിൽക്കാലത്ത് കൂട്ടിച്ചേർക്കപ്പെട്ടതാണെന്നാണ് പറയപ്പെടുന്നത്. ആദ്യകാലത്തെ വേദ സാഹിത്യത്തിലൊന്നും ഈ ഇതിഹാസ പുരാണങ്ങളൊന്നും അധികം പരാമർശിച്ച് കണ്ടിട്ടില്ല. അതൊക്കെ ആ കാലഘട്ടത്തിലൊക്കെ എങ്ങനെ മന്ത്രങ്ങളുണ്ടായി, അതിൻ്റെ പിന്നിലുള്ള കഥകളും, എങ്ങനെ ജനങ്ങൾ ദൈവങ്ങളോട് സഹായം അഭ്യർത്ഥിച്ചു, അങ്ങനെയൊക്കെയുള്ള കഥകൾ, അങ്ങനെ ദൈവങ്ങൾ എങ്ങനെ അവർക്ക് മന്ത്രം കൊടുത്തു എന്നൊക്കെയുള്ള കഥകളൊക്കെയാണ്. അല്ലെങ്കിൽ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായി, അതിനെ പറ്റിയുള്ള കഥകളൊക്കെ. പിൽക്കാലത്താണ് രാമായണവും മഹാഭാരതമൊക്കെ അല്ലെങ്കിൽ അങ്ങനെയുള്ള കഥകളൊക്കെ കടന്നു വരുന്നത്. ഈ മഹാഭാരത കഥ നടക്കുന്നൊരു ഭൂപ്രദേശത്തെക്കുറിച്ചും ഈ ലേഖനത്തിൽ ഞാൻ വായിക്കാനിടയായി. അതായത് ആ ലേഖനത്തിൽ പറയുന്നത് ഡൽഹിക്കും ഗുജറാത്തിനും ഇടയിലുള്ള പ്രദേശം, ഗുജറാത്ത് എന്ന് പറയുന്ന ദ്വാരക, അവിടെയാണ് മഹാഭാരത കഥ നടക്കുന്നത്. ഈ രാമായണത്തിൻ്റെ കാര്യം പറയുമ്പോൾ അത് ബീഹാർ, വിദേഹ തൊട്ട് നർമ്മദ വരെ. ആദ്യകാലങ്ങളിലെ രാമായണത്തിലൊന്നും നർമ്മദയ്ക്ക് അപ്പുറത്തുള്ള നദികളെക്കുറിച്ചൊന്നും പരാമർശിച്ചിട്ടില്ല. അതായത് രാമായണത്തിൻ്റെ ആദ്യകാലത്തെ മാനുസ്ക്രിപ്റ്റ്സിൽ, ഗ്രന്ഥങ്ങളിൽ, കിഷ്കിന്ധ ലങ്കയുമൊക്കെ പഴയ ഗ്രന്ഥങ്ങളനുസരിച്ച് സാൽ മരങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു. അതൊക്കെ ഇപ്പോഴത്തെ ഒഡീഷയിലും ജാർഖണ്ഡിലും ഛത്തീസ്ഗഡിലും ഒക്കെ ധാരാളം കാണാൻ സാധിക്കും. തെക്കേ ഇന്ത്യയിലല്ല. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇന്തോനേഷ്യയിൽ രാമായണമുണ്ട് അല്ലേ, അതിന് വ്യത്യസ്തമായ ഒരു ആഖ്യാന രീതിയൊക്കെ ഉണ്ട്. അങ്ങനെ ഓരോ പ്രദേശം വരുമ്പോഴും അതിന് ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കുകയും അതിൻ്റെ വ്യത്യസ്തമായ കൂട്ടിച്ചേർക്കലുകളും ഐതിഹ്യങ്ങളും ഒക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഇന്നത്തെ കഥാസാഗരം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ കാണാം പുതിയൊരു കഥയും പുതിയ കുറച്ച് വിശേഷങ്ങളുമായി. ഇത്ര നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്, ബോണി. നിങ്ങളിതുവരെ കേട്ടത് കഥാസാഗരം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബോണി ജെ ബേസിൽ.